എസെക്കിയേൽ 29 അധ്യായം. ഈജിപ്തിനെതിരെ. 10-ാം വർഷം 10-ാം മാസം 12-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഈജിപ്ത് രാജാവായ ഫറവോയുടെ നേരെ മുഖം തിരിച്ച് അവനും ഈജിപ്ത് മുഴുവനുമെതിരെ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് രാജാവായ ഫറവോ, നൈൽ എൻ്റേതാണ്, ഞാനാണ് അത് നിർമ്മിച്ചത് എന്നു പറഞ്ഞുകൊണ്ട് നദികളുടെ മധ്യേ ശയിക്കുന്ന മഹാസർപ്പമേ, ഞാൻ നിനക്കെതിരാണ്. നിന്റെ കടവായിൽ ഞാൻ ചൂണ്ട കോർക്കും. നിന്റെ നദികളിലെ മത്സ്യങ്ങളെയെല്ലാം നിന്റെ ശൽക്കങ്ങളിൽ ഞാൻ ഒട്ടിക്കും. എന്നിട്ട് അവയോടുകൂടെ നിന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് വലിച്ച് പുറത്തിടും. നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയും ഞാൻ മരുഭൂമിയിലേക്ക് വലിച്ചെറിയും. അവിടെ തുറസായ സ്ഥലത്ത് നീ ചെന്നു വീഴും. ആരും നിന്നെ ഒന്നിച്ചു കൂട്ടുകയോ മറവ് ചെയ്യുകയോ ഇല്ല. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പറവകൾക്കും നിന്നെ ഞാൻ ഇരയാക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ ഈജിപ്ത് നിവാസികളെല്ലാം അറിയും. എന്തെന്നാൽ ഇസ്രായേൽ ഭവനത്തിന് നീ ഒരു ഞാങ്ങണ വടിയായിരുന്നു. അവർ പിടിച്ചപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ തോൾ കീറി. അവർ നിന്റെ മേൽ ചാരിയപ്പോൾ നീ ഒടിഞ്ഞു. അവരുടെ നടുവ് ഇളകിപ്പോയി. ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ മേൽ വാൾ അയക്കും. മനുഷ്യരെയും മൃഗങ്ങളെയും നിന്നിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും. ഈജിപ്ത് വിജനവും ശൂന്യവുമാകും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. നൈൽ എൻ്റേതാണ്, ഞാനാണ് അതുണ്ടാക്കിയത് എന്ന് നീ പറഞ്ഞു. അതിനാൽ ഞാൻ നിനക്കും നിന്റെ നദികൾക്കും എതിരാണ്. മിഗ്ദോൽ മുതൽ സേവന ഗോപുരം വരെ എത്യോപ്യയുടെ അതിർത്തിയോളം ഈജിപ്തിനെ ഞാൻ ശൂന്യവും വിജനവുമാക്കും. മനുഷ്യനോ മൃഗങ്ങളോ അതിലൂടെ സഞ്ചരിക്കുകയില്ല. 40 വർഷത്തേക്ക് അതിൽ ആരും വസിക്കുകയില്ല. നിർജ്ജന ദേശങ്ങളുടെ മധ്യേ ഈജിപ്തിനെയും ഞാൻ നിർജ്ജനമാക്കും. ശൂന്യമാക്കപ്പെട്ട നഗരങ്ങളോടുകൂടെ 40 വർഷത്തേക്ക് അവളുടെ നഗരങ്ങളും ശൂന്യമായി കിടക്കും. ഈജിപ്തുകാരെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ഞാൻ ചിതറിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ചിതറിപ്പാർത്തിരുന്ന ദേശങ്ങളിൽ നിന്ന് 40 വർഷം കഴിയുമ്പോൾ ഞാൻ ഈജിപ്തുകാരെ ഒന്നിച്ചു കൂട്ടും. അവരുടെ സുസ്ഥിതി ഞാൻ പുനഃസ്ഥാപിക്കും. തങ്ങളുടെ ജന്മദേശമായ പാത്രോസിലേക്ക് ഞാൻ അവരെ തിരികെ കൊണ്ടുവരും. അവിടെ അവർ ഒരു എളിയ രാജ്യമാകും. അത് മറ്റെല്ലാ രാജ്യങ്ങളെയുംക്കാൾ എളിയതായിരിക്കും. ഇനി ഒരിക്കലും അത് മറ്റ് ജനതകളുടെ മേൽ ഉയരുകയില്ല. അവരെ ഭരിക്കാനാവാത്ത വിധം ഞാൻ അതിനെ ചെറുതാക്കും. ഇസ്രായേൽ ഇനിമേൽ ഈജിപ്തിനെ ആശ്രയിക്കുകയില്ല. എന്തെന്നാൽ സഹായത്തിന് അങ്ങോട്ട് തിരിയുമ്പോൾ തങ്ങളുടെ തെറ്റിനെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും. 27-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ബാബിലോൺ രാജാവായ നബുക്കദ്നേസർ ടയറിനെതിരെ തൻ്റെ സൈന്യത്തെ കൊണ്ട് കഠിനമായി പൊരുതിച്ചു. എല്ലാ തലയും കഷണ്ടിയായി, എല്ലാ തോളിലെയും തൊലി ഉരിഞ്ഞുപോയി. എന്നിട്ടും അവനോ അവൻ്റെ സൈന്യത്തിനോ ടയറിനെതിരെ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമൊന്നും ലഭിച്ചില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഈജിപ്ത് ദേശം ബാബിലോൺ രാജാവായ നബുക്കദ്നേസറിന് ഞാൻ നൽകും. അവൻ അവിടുത്തെ സമ്പത്തെല്ലാം തട്ടിയെടുക്കും. അവൻ അവിടം കൊള്ളയടിക്കുകയും കുത്തിക്കവരുകയും ചെയ്യും. ഇതായിരിക്കും അവൻ്റെ സൈന്യത്തിന് പ്രതിഫലം. അവൻ്റെ കഠിനാധ്വാനത്തിന് പ്രതിഫലമായി ഈജിപ്ത് ദേശം ഞാൻ കൊടുത്തിരിക്കുന്നു. എന്തെന്നാൽ അവൻ എനിക്ക് വേണ്ടി അധ്വാനിച്ചു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഇസ്രായേൽ ഭവനത്തിന് ഞാൻ ഒരു കൊമ്പ് മുളപ്പിക്കും. അവരുടെ മധ്യേ ഞാൻ നിന്റെ വായ് തുറക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ അവർ അറിയും.